സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 46. ബലിക്കള സുരേന്ദ്രൻ കൂട്ടിലടിച്ച വന്യമൃഗത്തെ പോലെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് ആരെയൊക്കെയോ ഫോണിൽ വിളിച്ചു, ആരുടെയൊക്കെയോ നേർക്ക് അട്ടഹസിച്ചു. ഒടുവിൽ ഫോൺ വലിച്ചെറിഞ്ഞു. വകയ്ക്ക് കൊള്ളാത്തവന്മാർ, തന്തയ്ക്ക് പിറക്കാത്ത നായ്ക്കൾ. അയാൾ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ജലജ സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ട് അച്ഛൻ്റെ പരാക്രമങ്ങൾ മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. അവൾ ബാക്കി പടികൾ കൂടി ഇറങ്ങി താഴെ എത്തി. അച്ഛൻ ആരോടാ ഈ ദേഷ്യപ്പെടുന്നേ? അല്ല മോളെ, അച്ഛൻ്റെ പണം മുഴുവൻ വിഴുങ്ങിയിട്ട് ഓരോ നായ്ക്കൾ വായടിച്ച് മിണ്ടാതിരിക്കുന്നു. ചോദിച്ചിട്ട് ഉത്തരം പറയാൻ ഒരുത്തനുമില്ല. കേസ് വെറുതെ വിട്ടില്ലല്ലോ അച്ഛാ, ശിക്ഷിച്ചില്ലേ? പിന്നെന്താ? 4 വർഷം 5 വർഷം കഴിഞ്ഞില്ലേ അയാൾ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? പോരാ, എൻ്റെ അനുജനെ കൊന്നവനാ. അവൻ്റെ ശവം എനിക്ക് കാണണം എൻ്റെ മരണത്തിന് മുമ്പ്. അച്ഛനിങ്ങനെ വാശി പിടിക്കരുത്. ചെറിയച്ഛൻ അത്ര നിരപരാധിയൊന്നുമല്ലായിരുന്നല്ലോ. പനങ്ങാട്ടിരിയിലെ കളത്തിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ നശിപ്പിച്ചില്ലേ? സുരേന്ദ്രൻ മകളുടെ നേർക്ക് തറപ്പിച്ച് നോക്കി. അവൻ്റെ കളത്തിൽ വെച്ച് അവന് ഇഷ്ടമുള്ളത് ചെയ്യും. അവനെ അനുസരിക്കാൻ പറ്റുന്നവർ മാത്രമേ അവൻ്റെ കളത്തിൽ താമസിക്കാൻ പാടുള്ളായിരുന്നു. അങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ജലജയ്ക്ക് അത് സ്വീകാര്യമായില്ലെന്ന് തോന്നിയിട്ട് അയാൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞു. അല്ല, അവനൊരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, കൊലപാതകമാണോ അതിനുള്ള ശിക്ഷ? ഭക്ഷണം കൊടുത്തവൻ്റെ കൈക്കിട്ട് കടിക്കുന്ന നായിയുടെ സ്വഭാവമല്ലേ ആ തെണ്ടി പരീക്ഷ കാണിച്ചത്? മണിയുടെ ജോലിക്കാരനല്ലേ അവൻ? വേണമെങ്കിൽ മണിയെ വഴക്ക് പറയാം, ഇനി ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് കൊടുക്കാം, താക്കീത് ചെയ്യാം. അത്രയല്ലേ അവൻ ചെയ്യാൻ പാടുള്ളൂ. കൊല്ലാൻ അവന് ആരധികാരം കൊടുത്തു? നന്ദി കെട്ട മൃഗം. അച്ഛാ, എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ പെൺകുട്ടി മരിച്ചില്ലേ? അതിൻ്റെ കാരണക്കാരൻ ആരാ? അവൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അത് അവളുടെ അഹങ്കാരം. ജീവിതത്തിന് പുല്ലുവിലയെ അവൾ കൽപ്പിച്ചിരുന്നുള്ളൂ. സുരേന്ദ്രൻ പുച്ഛിച്ചു. അച്ഛനത് അഹങ്കാരം. ആ പെൺകുട്ടിക്ക് മാനമായിരുന്നു ജീവനേക്കാൾ വലുത്. ഏതായാലും സംഭവിച്ചതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. നിനക്കറിയുമോ, കൊലമരത്തിന് ചുവട്ടിലെത്തിയതായിരുന്നു അവൻ. അവന് വേണ്ടിയുള്ള കൊലക്കയറും ആരാച്ചാരും റെഡിയായിരുന്നു. അവിടെ നിന്നാണ് മറ്റവൾ അവനെ തിരികെ പിടിച്ചുകൊണ്ട് പോയത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതിന് അച്ഛന് മീനാക്ഷിയോടല്ലേ പക തോന്നേണ്ടത്? അവളോടുമുണ്ട് തീർത്താൽ തീരാത്ത വൈരാഗ്യം. പക്ഷെ അച്ഛൻ എന്തു ചെയ്യും? അവളെ നുള്ളി നോവിക്കാൻ പോലും നിവൃത്തിയില്ലല്ലോ. മറ്റവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ. ജയിലിന് പുറത്ത് ഒരൊറ്റ ദിവസം തികച്ചു ജീവിക്കാൻ അവന് ഞാൻ സമ്മതിക്കില്ല. അവൾ അവൻ്റെ കഴുത്തിലിടാൻ കരുതി വെച്ചിരിക്കുന്ന പൂമാല കൊണ്ട് ഒരു റീത്തുണ്ടാക്കട്ടെ, അവൻ്റെ ശവത്തി വയ്ക്കാൻ. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന തിരിച്ചടി. അച്ഛൻ അവരോടല്ല പ്രതികാരം ചെയ്യേണ്ടത്. നമ്മുടെ ഒപ്പം നിന്നിട്ട് നമ്മുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റിയിട്ട് നമ്മുടെ കുതികാല് വെട്ടിയ ചിലരുണ്ടല്ലോ, അവരോടാണ്. ചെറിയച്ഛൻ്റെ കൊലക്കേസിൽ ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ മൊഴി തിരുത്തി പറഞ്ഞവർ, കോടതിയിൽ വെച്ച് മറുഭാഗത്തേക്ക് കൂറുമാറിയവർ, അങ്ങനെ പലരും ഉണ്ടല്ലോ അച്ഛനെ ചതിച്ചവരായിട്ട്. അവരെയാണ് അച്ഛൻ പാഠം പഠിപ്പിക്കേണ്ടത്. മാത്തൂരുകാരെയാണ് ജലജ ഉദ്ദേശിച്ചതെന്ന് സുരേന്ദ്രന് മനസ്സിലായി. അതിൽ തന്നെ രഘുവിനെയാണ് ഊന്നി പറഞ്ഞതെന്നും അയാൾ ഊഹിച്ചു. ശ്രീനിയും കൃഷ്ണയും മറ്റവളുടെ കാൽച്ചുവട്ടിൽ ചെന്നടിഞ്ഞു. അന്തസ്സും അഭിമാനവും തൊട്ടു തീണ്ടാത്ത ജന്തുക്കൾ. പിന്നെയുള്ളത് രഘുവാ. അവന് കൊടുക്കേണ്ടത് ഞാൻ ഉടനെ കൊടുക്കുന്നുണ്ട്. ആരെയും വെറുതെ വിടില്ല ഞാൻ. വെളിയിൽ ഗേറ്റിലെകുന്ന ഒച്ച കേട്ട് സുരേന്ദ്രൻ അങ്ങോട്ട് തലതിരിച്ചു നോക്കി. അനിരുദ്ധൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായി അനിയേട്ടാ? അവൾ ആകാംക്ഷയോടെ തിരക്കി. ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി. എപ്പോഴാ? നാളെ വൈകുന്നേരം നെടുമ്പാശ്ശേരിയിൽ നിന്ന് രാവിലെ 10 മുമ്പ് പുറപ്പെടണം. 3 മണിക്കൂർ മുമ്പെങ്കിലും ചെക്ക് ഇൻ ചെയ്യണം, അനിരുദ്ധൻ പറഞ്ഞു. അച്ഛനും ഞങ്ങളുടെ കൂടെ പോരാമായിരുന്നു. 3 മാസത്തേക്ക് ഒരു പ്രശ്നവുമില്ല. വിസിറ്റിംഗ് വിസയിൽ അവിടെ താമസിക്കാം. ദുബായി ഫ്ലാറ്റ് എടുത്ത് താമസിക്കാനാണ് അനിരുദ്ധൻ്റെ പ്ലാൻ. താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി ജലജയും അനിരുദ്ധനും ചേർന്നുള്ള മാരേജ് ഡേറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ജലജയ്ക്ക് പാസ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വിസ ശരിയാക്കാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. 3 മാസം ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ താമസിച്ചിട്ട് ജലജ കേരളത്തിലേക്ക് തന്നെ മടങ്ങും. 6 മാസത്തിനുള്ളിൽ വിവാഹമോചനം അനുവദിച്ച് കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ. അത് കഴിഞ്ഞാൽ ഉടൻ വിവാഹം ആഘോഷമായിട്ട് നടത്തുക, പിന്നെ ദുബായിൽ സ്ഥിരതാമസമാക്കുക. ഇതാണ് അനിരുദ്ധൻ്റെ മാസ്റ്റർ പ്ലാൻ. സുരേന്ദ്രൻ അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മകളെ ഒരിക്കൽ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് പ്രേരിപ്പിച്ച് അവളുടെ സന്തോഷവും സമാധാനവും കെടുത്തിക്കളഞ്ഞതിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് അയാൾ. രഘുവരൻ ഉറങ്ങുകയായിരുന്നു. ഗീതാമണി വിളിക്കുന്നത് കേട്ടവൻ കണ്ണു തുറന്നു. സ്ഥലം ഏതെന്ന് പോലും മനസ്സിലാകാതെ അവൻ അവളെ തുറച്ചു നോക്കി. ബാബുവേട്ടൻ അപ്പുറത്ത് കാണും ഗീതയെടുത്തി. അവൻ പിറുപിറുത്തു. അവന് സ്ഥലകാലബോധം വന്നിട്ടില്ലെന്ന് ഗീതാമണിക്ക് മനസ്സിലായി. കണ്ണുകൾ ചെറുകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞിൻ്റേതുപോലെ മിഴിഞ്ഞിരിക്കുന്നു.
ഇത് മാത്തൂർ വീടൊന്നും അല്ല രഘു. അവൻ എഴുന്നേറ്റിരുന്നിട്ട് ചുറ്റും നോക്കിയിട്ട് കണ്ണു തിരുമി. ഞാൻ വിചാരിച്ചു ഇവിടെ അല്ലായിരുന്നു. പക്ഷേ അമ്മ വിളിച്ച പോലെയാ തോന്നിയത്. ഞാൻ കാണുകയും ചെയ്തു. പടിഞ്ഞാറേക്കെട്ടിന്ന് ആ വരാന്തയിൽ കൂടെ അമ്മ നടന്നു വരുന്നു. അത് മുഴുവൻ അവൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി കളഞ്ഞില്ലേ? ആ, അത് ശരിയാ. ഒരു ബെൻസ് കാർ വന്ന് ഗേറ്റിനടുത്ത് നിൽപ്പുണ്ട്. സുരേന്ദ്രനാണെന്നാ എനിക്ക് തോന്നുന്നേ. നീ അങ്ങോട്ടൊന്ന് ചെല്ല്. ഗീതയെടുത്ത് എന്തിനാ തിടുക്കം കാണിക്കുന്നത്? നമുക്ക് ധൃതിയൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ജീവിതം നീണ്ടുവരുന്ന് കിടക്കുന്നവരല്ലേ? അവൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി മുഖവും വായും കഴുകി ഒരു തോർത്തെടുത്ത് തുടച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. ഗേറ്റിനപ്പുറം കിടന്ന ബെൻസ് കാറിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ബലിക്കള സുരേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി. ഗേറ്റ് കടന്ന് അയാൾ സിറ്റ് ഔട്ടിൻ്റെ നേർക്ക് വന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന പടിയിൽ കാലെടുത്ത് വെച്ച് നിന്നുകൊണ്ട് സുരേന്ദ്രൻ രഘുവരനെ അടിമുടിയൊന്ന് നോക്കി. കയറിയിരിക്കാം, രഘുവരൻ ക്ഷണിച്ചു. സുരേന്ദ്രൻ്റെ മുഖം മുറുകി. ഇരിക്കുന്നില്ല. ഇരിക്കാൻ വന്നതുമല്ല. മണിയുടെ കേസിൻ്റെ വിധി വന്നു. ഞാൻ അറിഞ്ഞായിരുന്നു, രഘുവരൻ ലാഘവച്ചവയോടെ പറഞ്ഞു. അവൻ രക്ഷപ്പെട്ടു. പെടട്ടെ, നീ ഒരുത്തനാ എല്ലാത്തിനും കാരണം. നീ മൊഴിമാറ്റി പറഞ്ഞു, പോലീസിലും കോടതിയിലും. അന്ന് ഞാൻ കള്ളം പറഞ്ഞു, ഇന്ന് ഞാൻ സത്യം പറഞ്ഞു. അത്രയേ ഉള്ളൂ. നീ എന്നു മുതലാ സത്യവാനായത്? അന്ന് നീയല്ലേടാ എൻ്റെ അനുജനെ കള്ളു കുടിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പനങ്ങാട്ടിരിയിലെ കളത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവനെ കുരുതി കൊടുത്തത്? പഴങ്കഥകളൊക്കെ ഇനി എന്തിനാ പറയുന്നേ? കഴിഞ്ഞു പോയില്ലേ? അതെ, കഴിഞ്ഞുപോയി. അതിൻ്റെ കൂടെ വേറെ ഒരുപാട് കഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം. ഇതെൻ്റെ മകളുടെ വീടാ. നിങ്ങളുടെ മകൾ എൻ്റെ ആരാ? ആരുമല്ല. അങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പ് പറഞ്ഞത്. എൻ്റെ ഭാര്യയാണെന്നല്ലേ? അങ്ങനെ സ്ഥാപിച്ചല്ലേ എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് തന്നത്? അതും കഴിഞ്ഞു പോയില്ലേടാ. നിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് തന്നെങ്കിൽ അവളെവിടെ? നിനക്ക് സൂക്ഷിക്കാൻ പറ്റിയോ? ഇല്ല. അവൾ നിന്റെ ഭാര്യാപദവിയിൽ നിന്ന് മോചനം നേടാൻ പോകുന്നു. വക്കീൽ നോട്ടീസ് കൈപ്പറ്റി കാണുമല്ലോ ഇല്ലേ? നാളെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുത്തൻ്റെ കൂടെ അവൾ ദുബായിക്ക് പറക്കുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞു. നീ ഒരു ആണായിരുന്നെങ്കിൽ അവൾ നിന്നെ വിട്ടിട്ട് പോകുമോടാ? രണ്ടും കെട്ടവനെ. ഇവിടുന്ന് അവൾ പോകുന്നത് നിങ്ങളുടെ അടുത്തോട്ടാ. അവൾ അവിടെ കാണണം മോചനം കിട്ടുന്നത് വരെ. ഇല്ലടാ, നീ എൻ്റെ മകളോട് 4 കൊല്ലം മുമ്പ് ചെയ്തു പോയ ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയാ. വകയ്ക്ക് കൊള്ളാത്ത ഒരുത്തൻ്റെ കൂടെ 4 കൊല്ലത്തോളം ജീവിച്ചില്ലേ അവള്? ഇനിയെങ്കിലും എൻ്റെ മോള് രക്ഷപ്പെടട്ടെ. ഞങ്ങൾക്ക് സ്വത്തും പണവും ഉണ്ടായിരുന്നപ്പം നിങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ ചില ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ തമ്മിൽ പല നീക്കുപോക്കുകളും നടത്തിയത്. ഞങ്ങളുടെ അമ്മയെ നിങ്ങൾ കൊന്നപ്പോൾ പോലും ഞങ്ങളുടെ വായടപ്പിച്ച് വെക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചതും അതുകൊണ്ടാണ്. ഇനി അതൊന്നും വേണ്ടെന്നല്ലേ നിങ്ങളീ പറയുന്നത്? ആണോ? രഘുവരൻ ശാന്തസ്വരത്തിൽ ചോദിച്ചു. വേണ്ടെന്ന് തന്നെയാ, സുരേന്ദ്രൻ തർപ്പിച്ചു പറഞ്ഞു. നാളെ കാലത്ത് 10 മണിക്ക് എൻ്റെ മോളെ യാത്ര അയച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ആൾക്കാരെയും കൂട്ടി ഇവിടെ വരും. അന്നേരം നീ ഇവിടെ കാണരുത്. നിന്റെ സാധനങ്ങളും പെറുക്കി ഒഴിഞ്ഞു പോയിരിക്കണം. ഇല്ലെങ്കിൽ ആ പഴയ റൈസ് മില്ലിൽ നിന്ന് മീനാക്ഷി നിന്നെ ഒഴിപ്പിച്ച പോലെ ഞാൻ ഒഴിപ്പിക്കും. അതിൻ്റെ ആവശ്യം വരില്ല. നാളെ 10 മണി വരെ സമയമുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ പോയാട്ടെ. ഉച്ചത്തിൽ അത്രയും പറഞ്ഞിട്ട് രഘുവരൻ പുറംതിരിഞ്ഞ് നിന്നു. അല്പം കഴിഞ്ഞ് കാർ തുപ്പുന്ന ഒച്ച ഗേറ്റിനരികിൽ നിന്ന് അവൻ കേട്ടു. കാറിൻ്റെ ഒരു ഡോർ തുറന്നടഞ്ഞു. കാർ സ്റ്റാർട്ടായി ഓടിച്ചു പോകുന്ന ശബ്ദം അകന്നകന്നില്ലാതായി. രാത്രി അത്താഴം കഴിച്ച ശേഷം ഇരിപ്പുമുറിയിലൂടെ അലസനെപ്പോലെ നടക്കുകയായിരുന്നു രഘുവരൻ. ഗീതാമണി അത്താഴം കഴിക്കാനിരുന്നിട്ട് ചോറ് ഇറങ്ങുന്നില്ല. അംബിക ഭക്ഷണം കഴിച്ചു. രഘു, ഗീതാമണി വിളിച്ചു. ഗീതയെടുത്തി ഒന്നും കഴിച്ചില്ലേ? ഇറങ്ങുന്നില്ലടാ. നാളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു വേവലാതി. എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഇവിടുന്ന് മാറിക്കൊടുക്കണ്ടേ? വേണം. നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ. എനിക്കൊരു സമാധാനത്തിലാ. നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു ഗീതയെടുത്തി. അത് പോയി. അമ്മ പോയതോടെ എല്ലാം പോയി. അതൊരു സത്യമല്ലേ? അതെ. ഒരു റൈസ് മില്ല് കൊണ്ടോ കുറച്ച് ഭൂസ്വത്തുക്കൾ കൊണ്ടോ അല്ല മാത്തൂരുകാരും പണക്കാരും പ്രബലന്മാരുമായത്. ആണോ? അമ്മയുടെ ആത്മബലം കൊണ്ട്, അമ്മയുടെ കരുതലും ദീർഘദൃഷ്ടിയും അർപ്പണബോധവും കൊണ്ട് അല്ലേ? അതും ശരിയാ. ഗീതാമണി സമ്മതിച്ചു. അമ്മ തന്നുകൊണ്ടിരുന്ന പിൻബലം തീർന്നപ്പോൾ നമ്മൾ നശിക്കാൻ തുടങ്ങി. മില്ല് നഷ്ടത്തിലായി. സഹോദരങ്ങൾ പിണങ്ങി. കടങ്ങൾ പെരുകി. തെറ്റായ തീരുമാനങ്ങൾ തന്നെ തിരിഞ്ഞെടുത്തു. അതുമാത്രമല്ല, മീനാക്ഷിയുടെ തിരിച്ചുവരവ് നമ്മളെ നശിപ്പിക്കാനായിരുന്നല്ലോ. ഗീതാമണി ഓർമ്മിപ്പിച്ചു. അവിടെ നമുക്ക് തെറ്റി. അച്ഛൻ തെറ്റ് ചെയ്തവനാണെന്ന ബോധം അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഈ വീട്ടിൽ അച്ഛനും പെൺമക്കൾക്കും അഭയം കൊടുക്കാഞ്ഞത്. പക്ഷെ അവിടം കൊണ്ട് അമ്മ ആ വൈരം അവസാനിപ്പിച്ചു.
നമ്മളും അവസാനിപ്പിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ പിറകെ നടന്ന് വേട്ടയാടി. ആരെയാണ്? അച്ഛനെയും സഹോദരിമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പെൺകുട്ടികളെയും. ആ പെൺകുട്ടികൾ എന്തു തെറ്റ് ചെയ്തു എന്ന ബോധം അമ്മയ്ക്കുണ്ടായിരുന്നു. നമുക്കത് ഇല്ലാണ്ടായി. സത്യം പറഞ്ഞാൽ ഞാനാണ് ബലിക്കളം മണിയെ ബാറിയിൽ നിന്ന് വിളിച്ചിറക്കി പനങ്ങാട്ടിരിക്കളത്തിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയത്. എന്തിനാ? എൻ്റെ അനുജത്തിയെ കൂട്ടിക്കാണിച്ചു കൊടുക്കാൻ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമ്മ മീനാക്ഷിയോട് ക്ഷമിച്ചതും മാത്തൂരേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും. അവിടെ മുതൽ നമ്മൾ അമ്മയ്ക്കെതിരെ നിന്നു. പണ്ട് ധർമ്മയുദ്ധം നടന്നപ്പോൾ കൃഷ്ണൻ ദുര്യോധനോട് ചോദിച്ചു, എന്നെ വേണോ നിങ്ങൾക്ക്, അതോ 18 അക്ഷൗഹിണിപ്പടയെ വേണോ പകരം എന്ന്. അല്പബുദ്ധിയായ ദുര്യോധനൻ കരുതി, കൃഷ്ണനെ കൊണ്ട് എന്ത് കാര്യം, പകരം ഒരു വമ്പിച്ചൊരു സേനയുണ്ടെങ്കിൽ എന്തും നേടാമല്ലോ എന്ന്. കൃഷ്ണനെ പാണ്ഡവപക്ഷത്തേക്ക് വിട്ടുകൊടുത്തിട്ട് മഹാസൈന്യബലം നേടിയ ദുര്യോധനൻ അന്ന് വിട്ടുകളഞ്ഞത് വിജയമായിരുന്നു. നമ്മളും അതുതന്നെ ചെയ്തു. ഗീതാമണി അമ്പരപ്പോടെ രഘുവരനെ തുറച്ചു നോക്കി. രഘുവരൻ തുടർന്നു, അമ്മയെ മീനാക്ഷിക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ അമ്മയുടെ കൈവശം വരുന്ന സ്വത്തുക്കൾ തട്ടിപ്പറിച്ച് പങ്കിട്ടെടുത്തു. അമ്മയുടെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മഹത്വം അറിയാത്ത നമ്മൾ കുടുംബത്തിൻ്റെ ഐശ്വര്യം കൈവിട്ട് കളഞ്ഞു. അമ്മയുടെ ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ട് മുഴുവൻ മീനാക്ഷിക്ക് കിട്ടി. അമ്മയുടെ ജീവൻ പോലും അവൾക്ക് കൊടുത്തു. ആ ശക്തിയിൽ നിന്ന് അവൾ ഉണർന്നെണീറ്റത്. അതുകൊണ്ട് അവളെ ആർക്കും തകർക്കാൻ പറ്റാതെ പോയത്. അമ്മയെന്നുള്ള ആ ശരണം വിളി ഏതു നേരത്തും അവളുടെ നാവിലുണ്ടായിരുന്നു. നമ്മളോ അമ്മയെ മറന്നു കളഞ്ഞു. അതിൻ്റെ നാശം, അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. രഘുവരൻ കിതച്ചും കൊണ്ട് കട്ടിളപ്പടിയിൽ ചാരി നിന്നു. നേരം പുലർന്നു. രഘുവരൻ രാവിലെ തന്നെ കുളിച്ച് വേഷം മാറി യാത്രയ്ക്കൊരുങ്ങി. പാലക്കാട്ടു നിന്ന് വാങ്ങിച്ച കഠാര അവൻ മൂർച്ച പരിശോധിച്ച് എളിയിൽ തിരികി. 8 മണിക്ക് മുമ്പ് വീട് പൂട്ടി ഇറങ്ങണം. താക്കോൽ എനിക്ക് ആലത്തൂരിൽ ബലിക്കള സുരേന്ദ്രൻ്റെ മകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ ഗീതാമണിയോടും അംബികയോടുമായി പറഞ്ഞു. അവർക്ക് 2 പേർക്കും എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോകും രഘു, നീ ഒരു വഴി പറഞ്ഞതാ, ഗീതാമണി പറഞ്ഞു. എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ വഴിയേയുള്ളൂ. അത് ഗീതയിടത്തേക്ക് അറിയാവുന്ന വഴിയാ. പനങ്ങാട്ടിരിയിൽ നിന്ന് കൊല്ലങ്കോട് വരെയുള്ള ടാർ റോഡ്. കൊല്ലങ്കോട് ജംഗ്ഷനിൽ ചെന്നാൽ ഏതു വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പ്രായം തികഞ്ഞ ഈ പെങ്കൊച്ചിനെ ഞാൻ എന്ത് ചെയ്യും? ഇവളെയും കൊണ്ട് പിച്ചിയെടുക്കാനും പീഡികത്തിനെ കിടന്നുറങ്ങാനും പറ്റില്ലല്ലോ. പുതുനഗരത്തിൽ ചെന്നിട്ട് വലത്തോട്ട് നീളുന്ന റോഡിലൂടെ പോയാൽ കുറേ ചെല്ലുമ്പോൾ വലതുഭാഗത്ത് കാസ്റ്റ് അയണിൽ പണിതീർത്ത ഒരു കൂറ്റൻ ഗേറ്റ് കാണാം. മീനാക്ഷിയുടെ ഗേറ്റാ അത്. അംബികയുടെ മുമ്പിൽ അത് തുറക്കും. കാരണം നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആ ഒരു തലമുറയെ മുഴുവൻ സംരക്ഷിക്കുന്നത് അവളാ. എൻ്റെ മോൾ അവളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാണോ? ഇപ്പോൾ നീട്ടാറായിട്ടില്ല. ആകുമ്പോൾ ആരും പറയാതെ തന്നെ ചെല്ലും, കൈ നീട്ടുകയും ചെയ്യും. 7:30 ഗീതാമണിയും അംബികയും തങ്ങളുടെ ലഗേജുമായി ഒരുങ്ങി ഇറങ്ങി. നിനക്കൊന്നും എടുക്കാനില്ലേ? രഘുവിനോട് ഗീതയെടുത്ത് ചോദിച്ചു. എനിക്ക് എന്താ ഉള്ളത്? വീടല്ലേ ഉള്ളൂ അവളുടെ പേരിൽ. എന്തുമാത്രം ഫർണിച്ചറുണ്ട് ഈ വീട്ടിൽ. മറ്റെന്തെല്ലാം വിലപിടിച്ച ഉപകരണങ്ങളുണ്ട്. അതൊക്കെ നീ പണം കൊടുത്ത് വാങ്ങിയതല്ലേ? വേണ്ടേ നിനക്ക്? എനിക്കിനി ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഗീതയെടുത്തി. അതെന്താ അങ്ങനെ? ഇവിടുന്ന് താമസം മാറിയാലും നിനക്ക് എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം വേണ്ടേ? ഒരു വാടക വീട് എടുത്തിട്ട് ഫർണിച്ചറൊക്കെ അങ്ങോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഇനി അത് തിരിച്ചു കിട്ടുമോ? എല്ലാം ബലിക്കളംകാരുടെ സ്വന്തമാകില്ലേ? അവളാണെങ്കിൽ നിന്നെ പിരിഞ്ഞ് വേറെ കല്യാണം കഴിക്കാനും പോകുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പിന്നെ ഇങ്ങോട്ട് കടക്കാൻ പറ്റുമോ? അതൊന്നും ആരും ഒരിക്കലും കൊണ്ടുപോകില്ല ഗീതയെടുത്തി. എൻ്റേതൊക്കെ എൻ്റേതായിട്ട് ഇവിടെ തന്നെ ശേഷിക്കും. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിറകെ മനസ്സിലായിക്കോളും. രഘുവരൻ വീട് പൂട്ടി. അവർ റോഡിലേക്ക് ഇറങ്ങി. അംബിക പറഞ്ഞു, ആതിരയുടെ വീട്ടിൽ പോകാമെന്ന്. നീ ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുവിടണം. കൊണ്ടുവിടാമല്ലോ. പനങ്ങാട്ടിരി ജംഗ്ഷൻ വരെ അവർ നടന്നു. പനങ്ങാട്ടിരിയിലെത്തി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കൊല്ലങ്കോട് വരെ പോയി. അവിടെ നിന്ന് ബസ്സിൽ കയറി പുതുനഗരം വഴി പെരുവെപ്പിൽ ചെന്ന് ഇറങ്ങി. ആതിരയുടെയും ദിലീപിൻ്റെയും വീട് രഘുവരൻ അറിയാമായിരുന്നു. ഗീതാമണിയെയും അംബികയെയും അവൻ അവിടെ എത്തിച്ചു. ആതിര മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഓർക്കാപ്പുറത്ത് അനുജത്തിയെയും അമ്മയെയും ചെറിയച്ഛനെയും കണ്ട് അവൾ അത്ഭുത പരതന്ത്രയായി. അവൾ അവരെ സ്വീകരിച്ച് അകത്ത് കയറ്റിയിരുത്തി. അവൾ കൊടുത്ത ചായ കുടിച്ചു തീരുന്നത് വരെ രഘുവരൻ അവിടെ ഇരുന്നു. ആതിരയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ദിലീപൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ബസ് കണ്ടക്ടർ ജോലി ഉപേക്ഷിച്ച ദിലീപൻ ഇപ്പോൾ രാഹുലിനൊപ്പം ലക്ഷ്മി ഫിനാൻസിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് നല്ല ശമ്പളമുണ്ട്. കൽപ്പാത്തി കോളനിയിലെ വീട് വിട്ടുപോകുന്ന അവർക്ക് മീനാക്ഷി പെരുവെപ്പിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സംതൃപ്തമായ ജീവിതം, ഒന്നിനും ഒരു കുറവുമില്ല. രാഹുൽ ചിലപ്പോൾ ദിലീപിനൊപ്പം പെരുവെമ്പിൽ ചെന്ന് ആതിരയുടെ ക്ഷേമമെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇത്രയും വിവരങ്ങൾ ആതിര കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർത്തു. ആതിര ഒരു ദിവസം ദിലീപിനുമൊത്ത് പുതുനഗരത്തിലെ മീനാക്ഷിയുടെ വീട്ടിൽ പോയെന്നും അവിടുത്തെ ബംഗ്ലാവും മറ്റ് കെട്ടിടങ്ങളും സജ്ജീകരണങ്ങളും അവളെ അത്ഭുതപ്പെടുത്തിയെന്നും അവൾ അറിയിച്ചു.
ശ്രീനിയേട്ടനും കൃഷ്ണേട്ടത്തിയും ഇപ്പോൾ അവിടെയുണ്ട്, രഘുവരൻ പറഞ്ഞു. ആ വീട്ടിലോ? അഭയം തേടി ചെന്നതാണ്. മീനാക്ഷി സ്വീകരിച്ചു. ആതിരയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായി. നിന്റെ അമ്മയോടും അനുജത്തിയോടും ഞാൻ പറഞ്ഞതാ നേരെ അങ്ങോട്ട് പോയിക്കൊള്ളാൻ. അവർക്ക് നിന്റെ അടുത്തോട്ട് വരാനായിരുന്നു താല്പര്യം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവൾ ചോദിച്ചു. അത് മനസ്സിലാക്കാനുള്ള സമയം താനേ വരും. രഘുവരൻ ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ ഞാൻ വരട്ടെ മോളെ. ചെറിയച്ഛനീ എങ്ങോട്ടാ? ആലത്തൂരിന്. എൻ്റെ വീട് പൂട്ടി. താക്കോൽ ബലിക്കളത്തിൽ എത്തിച്ചു കൊടുക്കണം. സുരേന്ദ്രൻ കാശ് മുടക്കി പണിത വീടായിരുന്നു. ജലജയുടെ പേരിലാ ഡോക്യുമെന്റ്സ്. ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? വീടിൻ്റെ താക്കോൽ അവളെ ഏൽപ്പിച്ചാൽ എൻ്റെ ജോലി തീർന്നു. ആതിരയ്ക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി വരുന്നതിന് മുമ്പേ രഘുവരൻ ഇറങ്ങി നടന്നു. എയർപോർട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു ജലജ. കൊണ്ടുപോകാനുള്ള സൂട്ട് കേസും ട്രോളി ബാഗും അവൾ മുകളിൽ നിന്ന് താഴെ എത്തിച്ചു. പുറത്തുപോയിരുന്ന ബലിക്കള സുരേന്ദ്രൻ്റെ കാർ 9 മണിക്ക് തിരിച്ചെത്തി. സുരേന്ദ്രൻ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി വന്നു. ജലജ ഫോൺ ചെയ്യുകയായിരുന്നു. നീ പോകാൻ തയ്യാറായില്ലേ? അവൾ സംഭാഷണം നിർത്തി സെൽഫോൺ ഓഫ് ചെയ്തു. ഞാൻ എപ്പോഴേ റെഡിയാണച്ചാ. അനിരുദ്ധൻ ഇതുവരെ വന്നില്ലല്ലോ. ഉടനെ എത്തുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു. സുരേന്ദ്രൻ ടെലിഫോൺ സ്റ്റാൻഡിന് അരികെ ചെന്ന് റിസീവർ കയ്യിലെടുത്തു. പുറത്തൊരു ഇരമ്പൽ കേട്ടു. സുരേന്ദ്രൻ തിരിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കടന്ന് മുറ്റത്തുകൂടി വരുന്നത് കണ്ടു. അത് പോർച്ചിനരികെ നിന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് രഘുവരൻ ഇറങ്ങി. സുരേന്ദ്രൻ ഫോൺ വെച്ചു. ഓട്ടോറിക്ഷ അപ്പോൾ തന്നെ തിരിച്ചുപോയി. രഘുവരൻ വീടിനുള്ളിലേക്ക് കയറി വന്നു. അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സുരേന്ദ്രൻ. പോകാൻ റെഡിയായി നിൽക്കുക അല്ലേ? രഘുവരൻ ചെറുചിരിയോടെ സുരേന്ദ്രനോട് ചോദിച്ചു. കോണിപ്പടി കയറി തുടങ്ങിയ ജലജ രഘുവരൻ്റെ സ്വരം കേട്ട് സ്തബ്ധയായി നിന്നു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? സുരേന്ദ്രൻ ചോദിച്ചു. വീട്ടിൽ നിന്ന് മാറിത്തരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വീട് പൂട്ടി താക്കോലും കൊണ്ട് വന്നതാ. താക്കോൽ ഇവിടെ കൊണ്ടുതരാനൊന്നും ഞാൻ പറഞ്ഞില്ല. അവിടെ തന്നെ വെച്ചിട്ട് പോയാൽ മതിയായിരുന്നു. വീടിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ ഞാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്, പരുഷ സ്വരത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാലും അതല്ലല്ലോ മര്യാദ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറുമ്പോൾ അതിൻ്റെ താക്കോല് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണ്ടേ? രഘുവരൻ പിന്നെയും ചിരിച്ചു. ആ ചിരി ശരിയല്ലെന്ന് സുരേന്ദ്രന് തോന്നി. അയാൾ ജലജയെ നോക്കി. അവൾ സ്റ്റെയർ കേസ് കയറി തുടങ്ങിയിരുന്നു. സുരേന്ദ്രൻ നോക്കുന്നത് കണ്ട് രഘുവരനും നോക്കി. അപ്പോഴാണ് അവൻ ജലജയെ കണ്ടത്. അവൻ്റെ കണ്ണുകളിൽ തീപ്പൊരി തിളങ്ങി. താക്കോല് തരാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത്. ചിലരൊക്കെ ഇവിടുന്ന് ദുബായിക്ക് താമസം മാറ്റുകയാണെന്ന് പറഞ്ഞല്ലോ. അവളെ മാന്യമായിട്ട് യാത്ര അയക്കേണ്ടേ? ആ ചുമതലയില്ലേ എനിക്ക്? അവളെന്നോട് യാത്ര പറയാതെ പോകുന്നതും ശരിയല്ലല്ലോ. ഇനി നീ അവളെ യാത്ര അയക്കേണ്ട. അവൾക്ക് നിന്നോട് യാത്ര പറയാനുമില്ല. അതാണോ ശരി? അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയാ. ബന്ധം പിരിയാൻ കേസ് കൊടുത്തിട്ടേ ഉള്ളൂ. വിധി വന്നില്ല. വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് കോടതി വിധിച്ചാലേ എൻ്റെ ഭാര്യ അല്ലാതാവൂ. ജലജയുടെ പേരിലുള്ള വീടല്ലേ? താക്കോൽ അവളുടെ കയ്യിലല്ലേ കൊടുക്കേണ്ടത്? നീ എന്താ കളിയാക്കുകയാ? കളിയല്ല, ഇത് കണ്ടോ, ഇതാണ് താക്കോൽ. ഞാനിത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് വരാം. അതിൻ്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. സുരേന്ദ്രൻ്റെ ഒച്ച ഉയർന്നു. താനാണോടോ അത് തീരുമാനിക്കുന്നത്? രഘുവരൻ്റെ ആക്രോശം കേട്ട് കോണിപ്പടി പകുതിയോളം കയറിയ ജലജ ഉൾക്കിടിലത്തോടെ ഹാളിലേക്ക് നോക്കി. രഘുവരൻ ജലജയുടെ നേർക്ക് തിരിഞ്ഞു. ജലജെ, നിന്റെ വീടിൻ്റെ താക്കോല് നിന്നെ തിരിച്ചേൽപ്പിക്കാനും നിനക്ക് യാത്രയയപ്പ് തരാനും വന്നതാ ഞാൻ. രഘുവരൻ കോണിപ്പടി ചൂട്ടിലേക്ക് നീങ്ങി. സുരേന്ദ്രൻ പെട്ടെന്ന് മുന്നിൽ കയറി തടയാൻ ശ്രമിച്ചു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞ വേണ്ട. എൻ്റെ വീടാ ഇത്. സുരേന്ദ്രൻ ചീറി. രഘുവരൻ സുരേന്ദ്രൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ച് പിന്നോട്ട് ചുഴറ്റി വിട്ടു. എന്നിട്ട് സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങി. ഭയന്നുപോയ ജലജ സ്റ്റെപ്പുകൾ ഓടി കയറാൻ ശ്രമിച്ചു. നിൽക്കടി അവിടെ, രഘുവരൻ ഗർജിച്ചു. അവൻ കോണിപ്പടിയിലൂടെ മുകളിലേക്ക് പാഞ്ഞ് കയറിക്കൊണ്ടിരുന്നു. ജലജ മുകളിലെത്തിയിട്ട് പാസേജിലൂടെ ഓടി. മുറിയിൽ കയറി രക്ഷപ്പെടാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. സുരേന്ദ്രനും സ്റ്റെയർ കേസ് കയറി കൊണ്ടിരുന്നു. പാസേജിലെത്തിയത് രഘുവരൻ എളിയിൽ നിന്ന് കത്തി വലിച്ചൂരി. മുറിയിലെത്തും മുമ്പേ രഘുവരന് ജലജ ധരിച്ചിരുന്ന ചുരിദാറിൻ്റെ ഷാളിൽ പിടുത്തം കിട്ടി. വലതുകൈയിലെ കത്തി കൊണ്ട് അവൻ ആഞ്ഞു കുത്തിയെങ്കിലും അവളുടെ തോളിൽ നിന്ന് ഷാൾ അഴിഞ്ഞു പോയതിനാൽ ഷാളിലാണ് കുത്തേറ്റത്. അത് കീറിപ്പോയി. നിലവിളിച്ചുകൊണ്ട് ജലജ രണ്ടാം നിലയുടെ ബാൽക്കണിയിലേക്ക് ഓടി. അതിനൊരു വാതിൽ ഹാളിലേക്ക് നോട്ടം കിട്ടുന്ന ഭാഗത്ത് ചില്ല് ഭിത്തിയുമാണ് ഉണ്ടായിരുന്നത്. ബാൽക്കണിയിൽ ഗ്രാനൈറ്റ് പതിപ്പിച്ച വലിയൊരു റൗണ്ട് ടേബിളും അതിനു ചുറ്റും ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്നു. ജലജ ആ റൗണ്ട് ടേബിളിന് വലം വെച്ച് ഓടി. അച്ഛാ, ഓടി വരണേ, അവൾ അലറി വിളിച്ചു. രഘുവരൻ അവളെ പിടിക്കാനായി റൗണ്ട് ടേബിളിന് മീതെ ചാടി കയറി. അപ്പോഴേക്ക് സുരേന്ദ്രൻ പാഞ്ഞെത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ രഘുവരൻ്റെ കാലിൽ പിടിച്ചു വലിച്ച് താഴെയിട്ടു. ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം, നീ പൊയ്ക്കോ, സുരേന്ദ്രൻ ജലജയുടെ നേർക്ക് വിളിച്ചു പറഞ്ഞു. ജലജ ബാൽക്കണിയിൽ നിന്നും വാതിൽ കടന്ന് പാസേജിലേക്ക് ഓടി. രഘുവരൻ എഴുന്നേൽക്കുമ്പോഴേക്കും സുരേന്ദ്രനും ബാൽക്കണിയിൽ നിന്ന് ഓടി പാസേജിൽ കടന്നു.
രഘുവരൻ ഒരു കാട്ടുമൃഗത്തെ പോലെ മുരണ്ടും കിതച്ചും പാസേജിലേക്ക് പാഞ്ഞു. രഘുവരൻ വരുന്നത് കണ്ട് സുരേന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് പാസേജിലേക്കുള്ള വാതിലടച്ചു. പക്ഷെ ബോൾട്ട് ഇടാൻ അയാൾക്ക് സമയം കിട്ടും മുമ്പേ രഘുവരൻ വന്ന് വാതിൽ ആഞ്ഞു തള്ളി. സുരേന്ദ്രൻ അപ്പുറത്ത് വാതിൽ തള്ളി പിടിച്ചുകൊണ്ട് നിന്നു. രഘുവരൻ എത്ര ശ്രമിച്ചിട്ട് സുരേന്ദ്രൻ്റെ പ്രതിരോധം തകർക്കാനായില്ല. മോളെ, നീ പൊയ്ക്കോ. കോണിപ്പടിയുടെ മുകളിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയ ജലജയോട് സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞു. രഘുവരൻ വാതിൽ തള്ളുന്നത് നിർത്തിയിട്ട് ചില്ലുഭിത്തിക്കരികെ ചെന്ന് താഴേക്ക് നോക്കി. ജലജ സ്റ്റെയർ കേസിലൂടെ താഴേക്ക് ഓടി ഇറങ്ങുന്നത് കാണാമായിരുന്നു. സുരേന്ദ്രൻ ഇതിനിടയിൽ വാതിലടിച്ച് ബോൾട്ടിട്ടു. അപ്പോഴേക്കും അനിരുദ്ധൻ ഒരു ടാക്സിയിൽ വീട്ടുമുറ്റത്ത് വന്നിറങ്ങി. അയാൾ ഹാളിൽ വന്ന് കയറുമ്പോഴേക്കും ജലജ താഴെ എത്തിയിരുന്നു. നിലവിളിച്ചുകൊണ്ട് ജലജ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ സമയം കളയണ്ട, വേഗം വിട്ടു. പാസേജിൽ നിന്ന് സുരേന്ദ്രൻ താഴേക്ക് വിളിച്ചു പറഞ്ഞു. എന്താ പ്രശ്നം? അനിരുദ്ധൻ പരിഭ്രാന്തനായി. രഘുവരൻ വന്നിട്ടുണ്ട്. അവനൊരു കഠാരി എടുത്ത് എന്നെ കൊല്ലാൻ ഓടിച്ചു. ജലജ പൂക്കില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രഘുവരൻ ടേബിളിനരികെ കിടന്ന് ഒരു കസേര പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ചില്ലുഭിത്തിയിൽ ആഞ്ഞിടിച്ചു. ചില്ലുഭിത്തി പൊട്ടി അടർന്ന് ഹാളിലേക്ക് വീണ് തകർന്നു ചിതറി. സുരേന്ദ്രൻ സെൽഫോൺ തപ്പിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ചില്ലുഭിത്തി തകർന്നതോടെ രഘുവരന് ബാൽക്കണിയിൽ നിന്നും പാസേജിലേക്ക് കടക്കാൻ പഴുതു കിട്ടി. അനിരുദ്ധനും ജലജയും കൂടി ഇതിനകം സൂട്ട് കേസും ട്രോളി ബാഗും വലിച്ച് ടാക്സിക്കാരൻ്റെ ഡിക്കിയിൽ കയറ്റി. അനിയേട്ടാ, അച്ഛൻ, ജലജ കരഞ്ഞു. അവർ തിരികെ ഹാളിൻ്റെ വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ സുരേന്ദ്രൻ കോണിപ്പടിയിലൂടെ ചാടി ഇറങ്ങി വരികയായിരുന്നു. നിങ്ങൾ പൊയ്ക്കോ, എന്നെ നോക്കണ്ട, ഞാൻ പുറകെ എത്തിക്കൊള്ളാം. ഓടുന്നതിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞു. രഘുവരൻ കത്തിയുമായി തൊട്ടുപിറകെ ഉണ്ടായിരുന്നു. അനിരുദ്ധനും ജലജയും ഓടിച്ചെന്ന ടാക്സിയിൽ കയറി. ഡ്രൈവർ കാർ തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഹാളിലെത്തിയ സുരേന്ദ്രൻ ഓടിച്ചെന്ന് മുൻവാതിലടിച്ച് അകത്തെ കീഹോളിലിരുന്ന താക്കോലിട്ട് വാതിൽ പൂട്ടി. താക്കോൽ ജനലിലൂടെ മുറ്റത്തേക്ക് എറിഞ്ഞു. അനിരുദ്ധനും ജലജയും കയറിയ കാർ ഗേറ്റ് കടന്നു പോകുന്നത് അയാൾ കണ്ടു. സുരേന്ദ്രൻ വാതിൽ ചാരി നിന്ന് കിതച്ചു. കടാരിയുമായി കോണിപ്പടിയിലൂടെ പാഞ്ഞിറങ്ങി വന്ന രഘുവരൻ്റെ നേർക്ക് അയാൾ ചീറി. ഇനി നിനക്ക് അവളെ കണി കാണാൻ കിട്ടില്ലടാ കഴിവേറുടെ മോനെ. നിനക്ക് പോകാനുള്ള വണ്ടി ഇപ്പോഴെത്തും. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജലജയും അനിരുദ്ധനും കയറിയ കാർ ഗേറ്റ് കടന്നു പോകുന്നത് രഘുവരനും കാണുകയുണ്ടായി. ഇന്ന് രാത്രി അവൾ കടൽ കടന്ന് കഴിഞ്ഞിരിക്കും. സുരേന്ദ്രൻ പിറുപിറുത്തു. രഘുവരൻ്റെ മുഖത്ത് ശബ്ദമില്ലാത്ത ഒരു ചിരിയുണ്ടായി. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. സുരേന്ദ്രൻ്റെ തോളിന് ഇടതുവശത്തായി വാതിലിൽ ഇടതു കൈ ഊന്നിയിട്ട് അവൻ ശബ്ദം താഴ്ത്തി കിതപ്പോടെ പറഞ്ഞു. അവൾ ഇന്ന് രാത്രി ഒരു കടലും കടന്നു പോവില്ല. അവൻ്റെ വലതു കൈ അതിവേഗത്തിൽ ചലിച്ചു. നെഞ്ചിന് താഴെ മിന്നൽ പിളർ പൊളഞ്ഞതുപോലെ ഒരു തരിപ്പ് സുരേന്ദ്രൻ അനുഭവപ്പെട്ടു. അയാൾ മുഖം കുനിച്ചു നോക്കി. ഇട്ടിരുന്ന ഷർട്ട് തുളച്ച് കടാരിയുടെ പിടി വരെ താണു പോയിരിക്കുന്നു. രഘുവരൻ്റെ കത്തി പിടിച്ച കൈക്ക് ചുവപ്പ് നിറം. അയാൾ അവിശ്വസനീയതയോടെ രഘുവരൻ്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി. അവൻ്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വന്യമൃഗത്തിൻ്റെ പോലുള്ള ഒരു ചീറ്റലും മുരൾച്ചയും പുറത്തു വന്നു. എൻ്റെ അമ്മയെ കൊന്നതും കൂടി സഹിച്ചവനാ ഞാൻ. ഒരു ഹിംസ്ര മൃഗം മുറിവേറ്റ പോലെ വീണ്ടും മുരണ്ടു. ഒരു മിന്നൽ പിണർ കൂടി നെഞ്ചിലേക്ക് ചൂഴ്ന്നു കയറി എന്ന് സുരേന്ദ്രന് തോന്നി. അലറി കരയാനായി അയാൾ വായ പൊളിച്ചു. പക്ഷേ ഒരു ഞരക്കം മാത്രമേ പുറത്തു വന്നുള്ളൂ. അയാളുടെ കൈകൾ ഒരാശ്രയത്തിനായി വായുവിൽ ചുരമാന്തി. രഘുവരൻ്റെ തോളിൽ വിരലുകൾ മുറുകെ പിടിച്ചു. രഘുവരൻ കത്തി വലിച്ചെടുത്ത് ഒന്നുകൂടി കുത്തി. അതോടെ സുരേന്ദ്രൻ്റെ പിടുത്തം അയഞ്ഞു. അയാളുടെ ശരീരം വാതിലിലേക്ക് ചാരി താഴേക്ക് ഊർന്നു. ചൂടേറ്റ പുഴുവിനെ പോലെ അയാൾ നിലത്ത് ചുരുണ്ടുകൂടി 2 വട്ടം കൈകാലുകൾ കോച്ചി വലിച്ചു. ബലിക്കള സുരേന്ദ്രൻ്റെ ശരീരം നിശ്ചലമായി. രഘുവരൻ ടെലിഫോൺ സ്റ്റാൻഡിനടുത്തേക്ക് ചെന്നു. കയ്യിലെ കൊഴുത്ത ചോര ഉടുമുണ്ടിൽ തുടച്ചു. ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ബലിക്കള സുരേന്ദ്രൻ്റെ വീട്ടിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊലയാളി ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അത്രയും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. വെളിയിൽ കാക്കകൾ കരയുന്നത് കേട്ടുകൊണ്ടാണ് അവൻ കസേരയിൽ ചാരിയിരുന്നു. പാടത്തിൻ്റെ നടുവിൽ മണ്ണിട്ടുയർത്തിയുണ്ടാക്കിയ നേർപ്പാതയിലൂടെ കാർത്തികേയൻ്റെ ടാറ്റ സഫാരി പാഞ്ഞു വരുന്നത് മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴേ മീനാക്ഷി കണ്ടു. ആ വരവ് ഒരത്യാഹിത വാർത്തയും കൊണ്ടായിരിക്കുമെന്ന് മീനാക്ഷി ഊഹിച്ചു. അത് അനുകൂലമോ പ്രതികൂലമോ എന്നറിഞ്ഞാൽ മാത്രം മതി. മീനാക്ഷി സാവധാനം പിന്തിരിഞ്ഞ് നടന്നു. കോണിപ്പടി ഇറങ്ങി താഴെ എത്തി. മുറ്റത്തരികിൽ സഫാരി നിർത്തി കാർത്തികേയൻ തിടുക്കത്തിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു വാർത്ത അറിഞ്ഞു. കാർത്തികേയൻ അടുത്തെത്തും മുമ്പേ തെല്ലുച്ചത്തിൽ പറഞ്ഞു. മീനാക്ഷി അവളെ സൂക്ഷിച്ചു നോക്കി. ദുഃഖിക്കുകയാണോ സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അയാളെന്ന് തോന്നി. രഘുവരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കൊലക്കുറ്റത്തിന്. കാർത്തികേയൻ പറഞ്ഞു. ആരെ കൊന്നു? ജലജയെ അല്ലെങ്കിൽ അനിരുദ്ധനെ? അവർ 2 പേരും രക്ഷപ്പെട്ടു. കൊന്നത് ബലിക്കളം സുരേന്ദ്രനെ. ഒരു ചൂട് ശരീരത്തിലെമ്പാടും ബാധിച്ചതുപോലെ മീനാക്ഷിക്ക് തോന്നി. ചൂടുള്ള നീരാവിയാൽ പൊതിയപ്പെട്ടതുപോലെ.
അത്യുഷ്ണവും വഹിച്ചുകൊണ്ട് ചോര കുതിച്ചു പായുകയാണ്. ഇടിമിന്നൽ പോലൊരു സന്ദേശവും വഹിച്ചുകൊണ്ട് ശരീരത്തിലെമ്പാടുമുള്ള കോടാനുകോടി ജീവകോശങ്ങളിലേക്ക്. ചിറക്കരികെ നിറം പൂണ്ട കാറിനുള്ളിൽ നിന്നും ആരൊക്കെയോ ഒരു മൃതദേഹം പുറത്തേക്കെടുക്കുന്നത് ഭൂതകാലത്തിൻ്റെ മഞ്ഞുപാളുകൾക്കിടയിലൂടെ അവൾ കണ്ടു. ട്രെയിൻ, അഗ്നിശമന സേന, പോലീസ്, ഇരമ്പുന്ന ജനാവലി, ഓളം വെട്ടുന്ന ചിറ, ബ്ലോക്ക് ചെയ്ത റോഡുകൾ, വാഹനങ്ങളുടെ നീണ്ട നിര, പിന്നെ ആൾക്കൂട്ടത്തിൽ ഞെരിഞ്ഞുപോയ ഒരു പെൺകുട്ടിയുടെ പാതിവഴിക്ക് മുറിഞ്ഞുപോയ രോദനവും. മഞ്ഞുപാളികൾ ഉരുകുന്നു. ആരോ തീർത്ഥം കുടഞ്ഞതുപോലെ രക്തത്തിലേക്ക് അതിൻ്റെ തണുപ്പ് കലരുന്നു. രോമകൂപങ്ങളിലൂടെ നീരാവി പുറത്തേക്ക് ഒഴിഞ്ഞു പോകുന്നു. എപ്പോഴായിരുന്നു സംഭവം? മീനാക്ഷിയുടെ ശബ്ദത്തിലെ തണുത്ത നിസ്സംഗത കാർത്തികേയനെ അമ്പരിപ്പിച്ചു. രാവിലെ 9:30 മണിക്ക്. കാർത്തികേയൻ അവിടെ പോയോ? ഇല്ല, ബലരാമനെ അയച്ചിട്ടുണ്ട്. വാർത്ത അറിഞ്ഞയുടൻ ഞാനിങ്ങ് പാഞ്ഞു പോന്നു. നേരിട്ട് തന്നെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ ഫോൺ വിളിക്കാഞ്ഞത്. അവൻ രക്ഷപ്പെട്ടു പോയി. മീനാക്ഷി പിറുപിറുത്തു. അവന് വേണ്ടിയിട്ട് ഒരു നരകം പണിഞ്ഞു വരികയായിരുന്നല്ലോ നമ്മൾ. അതിൽ കിടന്ന് നരകിച്ച് നശിച്ചു പോകുന്നത് കാണണമായിരുന്നു. സാധിച്ചില്ല, രക്ഷപ്പെട്ടു പോയിക്കളഞ്ഞു. രഘുവരൻ്റെ കാര്യം ഇനി? കാർത്തികേയൻ ചോദിച്ചു. സാരമില്ല, പോലീസുണ്ടല്ലോ, അവരതിൻ്റെ മുറ പോലെ നോക്കിക്കൊള്ളും. നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരു റീത്ത് വാങ്ങണം. അതിൽ മാത്തൂർ ജാനകിയമ്മ മകൾ മീനാക്ഷി വക എന്ന് തിളങ്ങുന്ന അക്ഷരങ്ങളിൽ എഴുതി വെക്കണം. ശവസംസ്കാരത്തിൻ്റെ സമയവും അറിഞ്ഞു വെക്കണം, മീനാക്ഷി പറഞ്ഞു. കാർത്തികേയൻ ഉവ്വെന്ന് തലയാട്ടി. മീനാക്ഷി തിരികെ അകത്തേക്ക് പോയി. ബലിക്കള സുരേന്ദ്രൻ്റെ വീട്ടുവളപ്പിലും പരിസരത്തുമെല്ലാം വമ്പിച്ച ജനക്കൂട്ടമായിരുന്നു. രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രഘുവരനെ ഉച്ച കഴിഞ്ഞപ്പോൾ ബലിക്കളം വീട്ടിൽ തിരികെ കൊണ്ടുവന്നു. അപ്പോൾ മുതൽ ജനം തടിച്ചു കൂടുകയാണ്. വീട്ടിനുള്ളിൽ വെച്ച് പോലീസ് രഘുവരനെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ബലിക്കളം സുരേന്ദ്രൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് ജില്ലാശുപത്രിയിലേക്ക് നീക്കിയിരുന്നു. വൈകിട്ട് 6 മണിയോടെ മാത്രമേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകിട്ടുകയുള്ളൂ. ശവദാഹം പിറ്റേന്ന് നടത്താമെന്ന് സുരേന്ദ്രൻ്റെ ബന്ധുജനങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. ഗൾഫിലേക്ക് യാത്ര തിരിച്ചിരുന്ന മകൾ ജലജ യാത്ര റദ്ദാക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾ ജില്ലാശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. തെളിവെടുപ്പത്തിന് ശേഷം പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ രഘുവരൻ എല്ലാ ചോദ്യങ്ങൾക്കും ശാന്തനായി മറുപടി പറഞ്ഞു. സുരേന്ദ്രനെ കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അയാളുടെ മകളും തൻ്റെ ഭാര്യയുമായ ജലജയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും അവൻ പോലീസിനോട് വെളിപ്പെടുത്തി. ഞങ്ങളുടെ കുടുംബം വലിയൊരു സാമ്പത്തിക തകർച്ചയെ നേരിട്ടപ്പോൾ അവൾ എന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. അത് അവൾ കണ്ടെത്തിയ ഒരു കാരണം മാത്രമായിരുന്നു. അവളുടെ പൂർവ്വകാമുകനായ അനിരുദ്ധൻ എന്ന ഗൾഫ് മലയാളി അവളെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അതോടെ ഞാനുമായി തെറ്റിപ്പിരിയേണ്ടത് അവളുടെ അത്യാവശ്യമായി തീർന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി അവൾ അച്ഛൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അനിരുദ്ധനുമൊത്ത് ഹോട്ടൽ മുറികളിലും മറ്റു സമ്മേളിച്ചു. എനിക്കെതിരെ വിവാഹമോചനത്തിന് കേസും കൊടുത്തു. ഒടുവിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് അവളുടെ അച്ഛനും അവളും ചേർന്ന് എന്നെ എത്തിച്ചു. യാതൊരു തടസ്സവുമില്ലാതെ നിർഭയനായി നിന്ന് രഘുവരൻ പറഞ്ഞുകൊണ്ടിരുന്നു. കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതേയുള്ളൂ. വിവാഹമോചനം കിട്ടുന്നതിന് മുമ്പേ അവൾ കാമുകനുമൊത്ത് ഗൾഫിലേക്ക് പറക്കാൻ തയ്യാറായി. അവളുടെ അച്ഛൻ അതിനുവേണ്ട എല്ലാ ഒത്താശകളും മകൾക്ക് ചെയ്തു കൊടുത്തു. എന്നെ വഴിയാധാരമാക്കിയിട്ട് അവളങ്ങനെ രക്ഷപ്പെടരുതെന്ന് ഞാനും തീരുമാനിച്ചു. പക്ഷേ അവളുടെ അച്ഛൻ ഇടപെട്ട് അവളെ രക്ഷപ്പെടുത്തി കാമുകൻ്റെ കൂടെ അയച്ചു. പകരം സുരേന്ദ്രനെ കൊല്ലുമ്പോൾ വേറെയും പല പരിഗണനകളും തള്ളിക്കേറി വന്നു. അമ്മയെ കൊല ചെയ്തിട്ട് ഞങ്ങളുടെ വായ അടപ്പിച്ചവൻ, മകളെ കാമുകന് വിട്ടുകൊടുത്തിട്ട് എന്നെ ചതിച്ചവൻ. ആയുസ് എത്തിയത് അവളുടേതല്ല, അയാളുടേതായിരുന്നു. ഇപ്പോൾ എനിക്ക് അതേപ്പറ്റി വിധിയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. തെളിവെടുപ്പിന് ശേഷം പോലീസ് രഘുവരനെ തിരികെ കൊണ്ടുപോയി 4 മണിക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കി. കോടതി അവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. 5:30 മണിക്ക് സുരേന്ദ്രൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുകിട്ടി. 6:30 മണിക്ക് മൃതദേഹം കയറ്റിയ ആംബുലൻസ് ആലത്തൂരിലെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. സേവന സന്നദ്ധരായി നിന്ന ആളുകൾ ചേർന്ന് മൃതദേഹം സ്ട്രെച്ചറിൽ നിന്നും എടുത്ത് പൂമുഖത്തേക്ക് കൊണ്ടുപോയി. കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ ആംബുലൻസിൽ നിന്നും ഇറങ്ങി വന്ന ജലജ കണ്ണും തുടച്ചും മൂക്കുപിഴിഞ്ഞും അച്ഛൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചു. അനിരുദ്ധൻ ആംബുലൻസിൻ്റെ പിന്നാലെ ബൈക്കിലാണ് വന്നത്. മൃതദേഹം കുളിപ്പിച്ചൊരുക്കി, സുഗന്ധലേപനങ്ങൾ പുരട്ടി, തലയ്ക്കൽ നിലവിളക്കും ചന്ദനത്തിരികളും കൊളുത്തി, വായ്ക്കരിയും കാൽക്കൽ പൂക്കളും വിതറി പൂമുഖത്ത് പ്രദർശനത്തിന് കിടത്തുമ്പോൾ സമയം 7:30 മണി. സന്ദർശകർ ധാരാളമായി വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അതിനെല്ലാം പുറമെ ബലിക്കള സുരേന്ദ്രനുണ്ടായിരുന്ന അതിവിപുലമായ സൗഹൃദ ഗണങ്ങളും. 9 മണിക്ക് ഗേറ്റിന് വെളിയിൽ മീനാക്ഷിയുടെ BMW കാർ വന്നു നിന്നു. അവളുടെ മുന്നിലും പിന്നിലുമായി ടവേരയും ടാറ്റ സഫാരിയും. 2 വാഹനങ്ങളിൽ നിന്നും 15ഓളം പേർ ഇറങ്ങി വന്നു. സഫാരിയിൽ നിന്നിറങ്ങിയ കാർത്തികേയൻ്റെ കയ്യിൽ മീനാക്ഷി ആഗ്രഹിച്ച വിധം രൂപകൽപ്പന ചെയ്ത വിശിഷ്ടമായ ഒരു റീത്തും ഉണ്ടായിരുന്നു. മീനാക്ഷി നടുവിൽ വരത്തക്ക വിധം ലൈൻ ക്രമീകരിച്ചത് കാർത്തികേയനാണ്. അവർ ബലിക്കളത്തെ പൂമുഖത്തെത്തി.
മൃതദേഹം നിലത്താണ് കിടത്തിയിരുന്നത്. അരികെ ജലജയും ബന്ധുജനങ്ങളിൽപ്പെട്ട ഏതാനും സ്ത്രീകളും ഇരിപ്പുണ്ടായിരുന്നു. ഹാളിൻ്റെ ഒരരികിലിരുന്ന് ഏതോ വൃദ്ധൻ രാമായണത്തിൽ നിന്നും ജടായുമോക്ഷം പാരായണം ചെയ്തുകൊണ്ടിരുന്നു. മീനാക്ഷിയുടെ തൊട്ടു മുമ്പിലായിരുന്ന കാർത്തികേയനാണ് മൃതദേഹത്തിൽ റീത്ത് വെച്ചത്. മൃതദേഹത്തിനരികിലും പരിസരത്തും ഉണ്ടായിരുന്ന സകലരും മീനാക്ഷിയെ നോക്കി. അത്രമേൽ ശക്തവും തീഷ്ണവും അപ്രതിരോധ്യവുമായിരുന്നു മീനാക്ഷിയുടെ സാന്നിധ്യം സൃഷ്ടിച്ച ഊർജ തരംഗം. മീനാക്ഷി മൃതദേഹത്തിനരികെ ഒരു മാത്രം നിന്നു. സുരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. തലയിൽ വെള്ളത്തുണി ചുറ്റി കെട്ടിയിരിക്കുന്നു. മൂക്കിൽ വെളുത്ത പഞ്ഞി. മരിച്ചു കിടക്കുക തന്നെ. മുഖത്തിനു മീതെ ഒരീച്ച പറക്കുന്നുണ്ട്. അവൾ അമ്മയുടെ മുഖം മനസ്സിലോർത്തു. തൻ്റെ കൈകൾ കൊണ്ടല്ല ഈ മരണം. എന്നാലും സാരമില്ല, മാത്തൂരെ ഒരാൺതരിയുടെ കൈകൊണ്ടാണ്. അമ്മയുടെ മകൻ്റെ തന്നെ. മീനാക്ഷി തലയ്ക്കലൂടെ വലം വെച്ച് കടന്നുപോയി. ആരൊക്കെയാണ് വന്നു പോകുന്നതെന്ന് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു ജലജ. ഇപ്പോൾ കടന്നുപോയ സ്ത്രീയെ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവർ പോയിക്കഴിഞ്ഞപ്പോൾ ജലജ എഴുന്നേറ്റ് റീത്തിലേക്ക് നോക്കി. സുവർണ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു: മാത്തൂര് ജാനകിയമ്മ